കോഴിക്കോട് 5 പേർക്ക് കൂടി നിപ രോഗലക്ഷണമെന്ന് ആരോഗ്യവകുപ്പ്. നിപ ബാധിതനായി മരണമടഞ്ഞ 12കാരന്റെ സമ്പർക്ക പട്ടികയും വിപുലമായി. 251 പേരുടെ പട്ടികയിൽ 31 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. 31 പേരും കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജിലെ നിപ ബ്ലോക്കിൽ ചികിത്സയിലാണ്. നിപ ബാധിച്ച് മരണമടഞ്ഞ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ രോഗലക്ഷണമുള്ളവരുടെ എണ്ണം 8ആയി. കുട്ടിയുടെ മാതാവും 2 ആരോഗ്യ പ്രവർത്തകരുമടക്കം നേരത്തെ 3 പേർക്കായിരുന്നു രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. നിലവിൽ 8 പേർക്ക് രോഗലക്ഷണമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുട്ടിയുടെ സമ്പർക്ക പട്ടികയും ഉയർന്നിട്ടുണ്ട്. 251 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കുട്ടിയുമായി അടുത്തിടപഴകിയ 32 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പ്രത്യേകമൊരുക്കിയ നിപ വാർഡിൽ കഴിയുന്ന ഇവരിൽ 8 പേർക്കാണ് രോഗലക്ഷണമുണ്ടായിട്ടുള്ളത്. 7 പേരുടെ സ്രവ പരിശോധനാ ഫലം ഉടൻ വരുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നമ്മൾ 7 പേരുടെ സാമ്പിളുകളാണ്, ഈ ഹൈ റിസ്ക് കോൺടാക്ട്സിൻ്റെ 20 പേരാണല്ലോ, അപ്പോൾ അതിൽ തന്നെ 7 പേരുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സോഴ്സ് കണ്ടെത്തുക എന്നുള്ളത്. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട്ട് വിവിധ യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. 24 കോഴിക്കോട്. നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീടും പരിസരവും പരിശോധിച്ച വന മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു. ചാത്തമംഗലത്ത് കർശന നിയന്ത്രണം തുടരാൻ അവലോകന യോഗത്തിൽ തീരുമാനമായി. ചാത്തമംഗലം മുന്നൂരിലെ വീട്ടിലെത്തിയ വനം മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വളർത്തുന്ന ആടുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. 2 മാസം മുൻപ് ആടിന് ദഹനക്കേട് പോലുള്ള രോഗം ബാധിച്ചിരുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റംബൂട്ടാൻ മരത്തിൽ നിന്ന് പഴങ്ങളും ശേഖരിച്ചു. ഈ മരത്തിലെ റംബൂട്ടാൻ മരിച്ച 12 വയസ്സുകാരൻ കഴിച്ചിരുന്നു. പ്രദേശത്ത് വവ്വാലുകളുടെ ആവാസ കേന്ദ്രവും കണ്ടെത്തി. ഇവയുടെ സാമ്പിളുകളും ശേഖരിച്ചു തുടങ്ങി. കാട്ടുപന്നികളുടെ സാന്നിധ്യത്തെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ആടിൻ്റെ ബ്ലഡ്, പിന്നെ ഓറോഫാരിഞ്ചസ് സ്വാബ്, സിറം, സ്മീർ എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആനിമൽസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടോ, ഇപ്പോൾ വൈൽഡ് ആനിമൽസിന് മറ്റുള്ള സാന്നിധ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ അസുഖം പടരാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും ആനിമൽസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ശ്രമം നടന്നു. നമ്മൾ പാഴൂർ മേഖലയിൽ വവ്വാലുകളെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഓടിച്ചു വിടരുതെന്ന് നാട്ടുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരിച്ച കുട്ടിയുടെ വീടിന് 3 കിലോമീറ്റർ പരിധിയിൽ നിലവിലെ നിയന്ത്രണങ്ങൾ തുടരും. ഏതായാലും നമ്മൾ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ശക്തമായ രീതിയിൽ ഈ 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലൊരു റിലാക്സേഷൻ വേണ്ട എന്നുള്ളതാണ്. നിപ ബാധിച്ച് മരിച്ച കുട്ടിക്ക് ചാത്തമംഗലം ഭാഗത്ത് സമ്പർക്കം കുറവാണെങ്കിലും രോഗ ഉറവിടം ഈ മേഖലയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 24 കോഴിക്കോട്. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 6 അതിർത്തി ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തമിഴ്നാട്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന നീലഗിരി, കോയമ്പത്തൂർ, തിരുപ്പൂർ, തേനി, തെങ്കാശി, കന്യാകുമാരി ജില്ലകൾക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. നേരത്തെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ 2 ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റോ ഉണ്ടോ എന്ന് മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ കോയമ്പത്തൂർ കളക്ടർ ഡോക്ടർ GS സമീരൻ സന്ദർശനം നടത്തി. നിപ വൈറസ് ബാധയെ തുടർന്ന് PSC പരീക്ഷകൾ മാറ്റിവെച്ചു. സെപ്റ്റംബർ 18, 25 തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ബിരുദതല പ്രാഥമിക പരീക്ഷയാണ് മാറ്റിയത്. ഈ പരീക്ഷ ഒക്ടോബർ 23, 30 തീയതികളിൽ നടത്തും. സെപ്റ്റംബർ 7 നടത്താൻ നിശ്ചയിച്ചിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ അറബി തസ്തികയുടെ വിവരണാത്മക പരീക്ഷ ഒക്ടോബർ 6 മാറ്റി നിശ്ചയിച്ചു. കോവിഡ് കാലത്താണ് നിപയുടെ ആശങ്ക വീണ്ടും കേരളത്തിലേക്ക് വരുന്നത്. ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് പോസിറ്റീവായത് 19,688 പേരാണ്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ 10,000 കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കിന്റെ പ്രത്യേകത. 28,561 പേർക്ക് കോവിഡ് ഭേദമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16 മുകളിൽ തുടരുന്നു. 16.71 ഇന്നത്തെ TPR. 135 പേരുടെ മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുന്ന സാഹചര്യം ഇന്നും തുടരുന്നു. 81 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഉയർന്നു തന്നെ നിൽക്കുന്നു. 2,38,782 പേരാണ് നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വിനീത VG തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം എത്തുന്നു. വിനീത VG, ഇന്ന് സാമ്പിളുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടുണ്ടായ ഒരു സ്വാഭാവികമായ കുറവ് മാത്രമാണോ രോഗികളുടെ എണ്ണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? രോഗമുക്തരുടെ എണ്ണം ഉയരുന്നതിനെ എത്രത്തോളം ആശ്വാസത്തോടെയാണ് ആരോഗ്യവകുപ്പ് നോക്കിക്കാണുന്നത്?
തീർച്ചയായും സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്തതിന്റെ ഒക്കെ തന്നെ ഒരു അളവിൽ കുറവ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഇന്ന് 19,000-ഓളം രോഗികളുടെ എണ്ണം ഉണ്ട് എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ മുക്തരായവരുടെ എണ്ണം രോഗികളുടെ എണ്ണത്തെക്കാൾ കൂടുതലുണ്ട്. അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയാണ്. ഇന്ന് 19,688 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 28,561 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,17,823 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. WIPR 7-ന് മുകളിലുള്ള 296 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇനി ജില്ലാ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ തൃശൂർ ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 3000-ന് മുകളിലാണ് തൃശൂർ ജില്ലയിലെ രോഗികളുടെ എണ്ണം. 3120 പേർക്കാണ് തൃശൂരിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം എന്നിങ്ങനെ 3 ജില്ലകളിൽ 2000-ന് മുകളിലാണ് രോഗികളുടെ ഇന്നത്തെ എണ്ണമുള്ളത്. മലപ്പുറത്ത് 1695, കൊല്ലം ജില്ലയിൽ 1624, പാലക്കാട് 1569, തിരുവനന്തപുരം ജില്ലയിൽ 1483, ആലപ്പുഴ 1444, കണ്ണൂർ 1262, കോട്ടയം 1020, വയനാട് 694, പത്തനംതിട്ട 670, ഇടുക്കി 506, കാസർഗോഡ് 367 എന്നിങ്ങനെയാണ് ഇന്നത്തെ ജില്ലയിലെ കണക്കുകൾ. ഒപ്പം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,17,823 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും കഴിഞ്ഞ ദിവസങ്ങളെ മുൻനിർത്തി നോക്കുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ആശ്വസിക്കാമെന്ന് തന്നെ പറയാം. 16.71 ആണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 135 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാനത്ത് കോവിഡ് കാരണം മരിച്ചവരുടെ എണ്ണം 21-ലേക്ക് എത്തിയിരിക്കുന്നു. 21,631 പേരാണ് ഇത്തരത്തിൽ കോവിഡ് കാരണം സംസ്ഥാനത്ത് മരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 111 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. ശരി, വിനിത വിജയാണ് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം എങ്ങനെയാണെന്ന് ഇന്നത്തെ കണക്കുകൾ ആസ്പദമാക്കി വിശദീകരിച്ചത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. കോവിഷീൽഡ് വാക്സിന്റെ 2 ഡോസുകൾക്കിടയിലെ ഇടവേള കുറച്ചിരിക്കുന്നു ഹൈക്കോടതി. താൽപര്യമുള്ളവർക്ക് കോവിഷീൽഡിന്റെ 2ാമത്തെ ഡോസ് 28 ദിവസത്തിന് ശേഷം സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നാൽ സർക്കാർ നൽകുന്ന സൗജന്യ വാക്സിന് ഈ ഇളവ് ബാധകമായിരിക്കില്ല. വാക്സിൻ ഡോസുകൾക്കിടയിലെ ഇടവേള കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കിറ്റെക്സ് ഗ്രൂപ്പ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. കോവിഷീൽഡ് വാക്സിന്റെ ഇടവേള കുറയ്ക്കുന്നതിനെതിരായ കേന്ദ്ര സർക്കാർ എതിർപ്പ് തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി. 84 ദിവസം എന്ന ഇടവേള രാജ്യത്താകമാനം നടപ്പാക്കപ്പെടുന്നില്ലെന്ന് വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തരമായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു പ്രൊഫഷണലുകൾക്കും നിലവിൽ 28 ദിവസത്തെ ഇടവേളയിൽ വാക്സിൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാർക്ക് 2 തരം നീതി വാക്സിന്റെ കാര്യത്തിൽ നടപ്പാക്കുന്നത് ശരിയല്ല. സ്വന്തം പണം മുടക്കി വാക്സിൻ സ്വീകരിക്കുന്നവർക്കെങ്കിലും 28 ദിവസത്തെ ഇടവേളയിൽ 2ാം ഡോസ് എടുക്കാൻ അനുമതി നൽകണമെന്ന് വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികൾ വഴിയുള്ള സൗജന്യ വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നിലവിലെ പോലെ 84 ദിവസത്തെ ഇടവേളയിൽ 2ാം ഡോസ് വാക്സിൻ എടുക്കാം. വാക്സിൻ ഇടവേള കുറച്ചുകൊണ്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം അടിയന്തരമായി കോവിൻ ആപ്പിലും വെബ്സൈറ്റിലും ഉൾപ്പെടുത്താനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 കൊച്ചി. സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിക്കും. ഇതിനായി മാർഗനിർദ്ദേശവും ഉത്തരവും സർക്കാർ പുറത്തിറക്കി. കോവിഡ് മുക്തരായവരിൽ അനുബന്ധ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനാലാണ് നടപടി. കോവിഡ് മുക്തരായ എല്ലാ രോഗികൾക്കും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുടെ സേവനം ലഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പ്രാഥമിക ആരോഗ്യ തലം മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയും സ്വകാര്യ ആശുപത്രികളിലും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോവിഡ് വ്യാജ വാക്സിനുകൾക്കെതിരെ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. വാക്സിനുകളുടെ ഗുണനിലവാരം സംസ്ഥാനങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ഡിസംബറിന് മുൻപ് മുതിർന്നവരിൽ വാക്സിൻ വിതരണം പൂർത്തിയാക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് വലിയ വെല്ലുവിളിയാണ് വ്യാജ വാക്സിനുകൾ. ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ മാസം കോവിഷീൽഡ് വാക്സിന്റെ വ്യാജൻ വിപണിയിലുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യയിലും ആഫ്രിക്കയിലും വ്യാജൻ കൂടുതൽ വേഗത്തിൽ പ്രചരിക്കുമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. വിഷയം പരിശോധിക്കാമെന്നും ഏതെങ്കിലും തെളിവ് ഇക്കാര്യത്തിൽ ലഭിച്ചാൽ ഇടപെടാമെന്നുമായിരുന്നു ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ പ്രതികരണം. ഇതിന് തുടർച്ചയായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കത്ത്. ശനിയാഴ്ച അയച്ച കത്തിൽ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രതയും മുൻകരുതലും പുലർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. കോവിഷീൽഡ് കോവാക്സിനുകൾ പരിശോധിക്കാൻ സംസ്ഥാന തലത്തിൽ സംവിധാനമുണ്ടാകണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. വാക്സിനുകളുടെ പരിശോധനയ്ക്കുള്ള സൂചകങ്ങളും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൈമാറി. മണം, നിറം ഇവയടക്കമുള്ള 10ഓളം നിർദ്ദേശങ്ങളാണ് 2 വാക്സിനുകൾക്കും പ്രത്യേകമായി ഉള്ളത്. അതേസമയം G7 രാജ്യങ്ങളെക്കാൾ കൂടുതൽ വാക്സിനുകൾ പൗരന്മാർക്ക് നൽകിയ രാജ്യമായി ഇന്ത്യ മാറി. കോവിഷീൽഡ്, കോവാക്സിൻ, സ്പുട്നിക് തുടങ്ങി 3 വാക്സിനുകളാണ് ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴുള്ളത്. രാജ്യം ഡിസംബറിൽ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവർത്തിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.
രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരിൽ നേരിയ കുറവ്. 24 മണിക്കൂറിനിടെ 38,948 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 219 പേർ മരിച്ചു. പ്രതിദിന കേസുകൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ 8.9% കുറഞ്ഞു. 24 മണിക്കൂറിനിടെ 43,903 പേർ രോഗമുക്തരായി. രാജ്യത്ത് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷത്തിന് മുകളിൽ തുടരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസത്തേക്കാൾ പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ പ്രതിദിന കേസുകൾ മാറ്റമില്ലാതെ തുടരുന്നതായാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പാർട്ടിയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. പ്രശ്നങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സന്ദർശനം മാറ്റിയതായും KPCC പ്രസിഡന്റ് അറിയിച്ചു. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരായ പരാമർശത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനോട് KPCC വിശദീകരണം തേടി. ചേരിതിരിഞ്ഞുള്ള പരസ്പര വാക്പോരിനു ശേഷമാണ് നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സമവായ ചർച്ചകൾ നടത്തിയത്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കൂടിക്കാഴ്ച നടത്തി. ചർച്ച 1 മണിക്കൂറോളം നീണ്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: അവരുടെ പരിഭവങ്ങളൊക്കെ പരിഹരിച്ചു, എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഒറ്റക്കെട്ടായി പോകാനുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പുനഃസംഘടനാ ചർച്ചയുടെ ഭാഗം ആയി അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഭാരവാഹികളായാലും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയാലും അവരുടെയൊക്കെ ചർച്ചയിൽ അവരുമായി സംസാരിച്ച് ധാരണപ്പുറത്ത് ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോകും. തർക്കങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ താരിഖ് അൻവറിന്റെ കേരള സന്ദർശനം മാറ്റിയെന്നും സുധാകരൻ. പ്രശ്നപരിഹാര ചർച്ചകൾക്കായി ബുധനാഴ്ച താരിഖ് അൻവർ കേരളത്തിലെത്തുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. ജനറൽ സെക്രട്ടറിയുടെ വരവ് മാറ്റിവെച്ചു. കാര്യം മനസ്സിലായില്ലേ? കാര്യം സോൾവ് ആയി. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനോട് KPCC വിശദീകരണം തേടി. ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കുമെതിരായ വിമർശനങ്ങളിലാണ് വിശദീകരണം. അച്ചടക്ക നടപടികൾ ഏകപക്ഷീയമാണെന്ന നേതാക്കളുടെ പരിഭവം കൂടി കണക്കിലെടുത്താണ് നടപടി. 24 തിരുവനന്തപുരം. കേരളത്തിലെ ശ്രദ്ധേയ രാഷ്ട്രീയ വേദിയായി UDF-നെ മാറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരന്തരം ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്നും ഘടനാപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും UDF യോഗത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. കോൺഗ്രസിലെ തർക്കത്തിൽ ഘടകകക്ഷികൾ ഒരു അതൃപ്തിയും അറിയിച്ചിട്ടില്ല. പുതിയ നേതൃത്വത്തിൽ ലീഗ് പ്രതീക്ഷ പങ്കുവച്ചെന്നും VD സതീശൻ പറഞ്ഞു. വിവിധ വിഷയങ്ങൾ ഉയർത്തി ഈ മാസം 20-ന് നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ പ്രതിഷേധം നടത്താനും UDF തീരുമാനിച്ചു. ഘടനാപരമായി UDF-നെ ശക്തിപ്പെടുത്താൻ അടിസ്ഥാനപരമായ മാറ്റം സംഘടനാതലത്തിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഘടനാപരമായ മാറ്റം UDF-ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സുപ്രധാനമായ തീരുമാനങ്ങളും ഇന്നെടുത്തിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും തമ്മിലുള്ള ബന്ധങ്ങൾ സുശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും ഇന്നത്തെ UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമായി കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുന്നണിയായി UDF-നെ സമയബന്ധിതമായി തന്നെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം AR നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് മുൻമന്ത്രി KT ജലീൽ. AR നഗർ ബാങ്കിൽ 1021 കോടി രൂപയുടെ ക്രമക്കേടും കള്ളപ്പണ ഇടപാടുകളും കണ്ടെത്തിയെന്ന് KT ജലീൽ ആരോപിച്ചു. PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ബാങ്ക് സെക്രട്ടറി VK ഹരികുമാർ തട്ടിപ്പിന് ഒത്താശ ചെയ്തു. സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്നും KT ജലീൽ പറഞ്ഞു. 862 വ്യാജ ബിനാമി അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ടൈറ്റാനിയം അഴിമതിയിലൂടെ ലഭിച്ച പണമാകാം ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും KT ജലീൽ ആരോപിച്ചു. AR നഗർ സഹകരണ ബാങ്കിലെ മുഴുവൻ കസ്റ്റമർ ഐഡികളും പരിശോധിക്കപ്പെട്ടാൽ കള്ളപ്പണ ഇടപാടിൽ രാജ്യത്ത് തന്നെ ഞെട്ടിക്കുന്ന പകൽക്കൊള്ളയുടെ ചുരുളഴിയും. ഈ സഹകരണ സ്ഥാപനത്തെ കുഞ്ഞാലിക്കുട്ടിയും സംഘവും കേരളത്തിലെ അവരുടെ സ്വിസ് ബാങ്കായാണ് മാറ്റിയിരിക്കുന്നത്. കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് RBIക്ക് കത്ത് നൽകുമെന്നും KT ജലീൽ പറഞ്ഞു. ബാങ്കിനുണ്ടായ ഭീമമായ നഷ്ടം കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഈടാക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെട്ടു. ചന്ദ്രികയുടെ മറവിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖ് നാളെ എൻഫോഴ്സ്മെന്റിന് മുൻപാകെ ഹാജരാകില്ല. വിദേശത്തായതിനാൽ എത്താനാകില്ലെന്ന് ED അറിയിക്കും. കേസിൽ നാളെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ED ആഷിഖിന് നോട്ടീസ് നൽകിയിരുന്നത്. PK കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ ദിവസം ഹാജരായിരുന്നില്ല.
അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ദേശീയ സുരക്ഷാ സമിതിയുടെ ഉന്നതതല യോഗം ഡൽഹിയിൽ തുടങ്ങി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പങ്കെടുക്കുന്നു. ആർ രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, അതിപ്രധാനമായ യോഗമാണ്, എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ നിർണായകവും. എങ്ങനെയാണ് ചർച്ചയുടെ പോക്ക്? സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശനത്തിന് കൂടി തയ്യാറാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ സുരക്ഷാ സമിതിയുടെ യോഗം ചേരുന്നത്. പ്രത്യേകിച്ച് അഫ്ഗാൻ നയം എന്തായിരിക്കണം എന്ന വിഷയത്തിൽ ഇന്ത്യ കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തേണ്ട ഒരു സമയമായിരിക്കുന്നു. വ്യത്യസ്ത ലോകരാജ്യങ്ങൾ വിവിധങ്ങളായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനാധിപത്യ ചേരികൾ പറയുന്നത് പോലെ അവിടെ ഒരു ജനാധിപത്യ സംവിധാനം വരണം എന്ന രീതിയിലുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. പക്ഷേ ചില ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ താലിബാനുള്ളിലും ഇപ്പോൾ സൂചനയായി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമ്മുടെ പൗരന്മാരായിട്ടുള്ള ചില ആളുകൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അവരെ തിരികെ രാജ്യത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഈ അഫ്ഗാൻ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളിലെ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയാകും ദേശീയ സുരക്ഷാ സമിതി പ്രധാനമായിട്ടും ചെയ്യുക. ഇത് കൂടാതെ ചില രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ ഉണ്ട്. അത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകളും ഉണ്ടാകും. ചൈനയ്ക്കും ഒപ്പം പാകിസ്ഥാനും വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ എയർബേസ് വിട്ടു നൽകും എന്ന പ്രസ്താവന ഈ താലിബാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാകുന്ന ഒരു ഘടകമാണ്. ഇത് അടക്കമുള്ളവ എങ്ങനെ നേരിടണം എന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചായിരിക്കും ചർച്ചയുണ്ടാവുക. ശരി, ഈ ചർച്ചയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വീണ്ടും എത്താം ആർക്കയിലേക്ക്. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഫ്ഗാനിസ്ഥാനിലെ പൻഷീർ പ്രവിശ്യ പൂർണ്ണമായും കീഴടക്കിയെന്ന് താലിബാന്റെ അവകാശവാദം. പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തതായും താലിബാൻ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. എന്നാൽ താലിബാന്റെ അവകാശവാദം വടക്കൻ സഖ്യസേന നിഷേധിച്ചിട്ടുണ്ട്. താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദാണ് പഞ്ചശീർ പ്രവിശ്യയും പിടിച്ചെടുത്തതായി അറിയിച്ചത്. ഇതോടൊപ്പം പഞ്ചശീർ പ്രവിശ്യ ഗവർണറുടെ ഓഫീസ് വളപ്പിൽ താലിബാൻ തീവ്രവാദികൾ നിൽക്കുന്ന ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്തു. രാജ്യമൊന്നിച്ചതായും പഞ്ചശീറിലെ ജനങ്ങളെ വേർതിരിച്ച് കാണില്ല എന്നും താലിബാൻ സാംസ്കാരിക വിഭാഗം ഉപമേധാവി അഹമ്മദുല്ല വാസിഖ് പറഞ്ഞു. ചർച്ചയാവാമെന്ന വടക്കൻ സഖ്യ നേതാവ് അഹമ്മദ് മസൂദിന്റെ വാഗ്ദാനം താലിബാൻ തള്ളി. അഫ്ഗാനിസ്ഥാനിൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള അവശേഷിക്കുന്ന ഏക പ്രവിശ്യയായിരുന്നു പഞ്ചശീർ. പ്രതിരോധ സേനയുടെ തലവനായ അഹമ്മദ് മസൂദിന്റെ നേതൃത്വത്തിൽ പഞ്ചശീറിൽ നിന്നും കനത്ത ചെറുത്തുനിൽപ്പായിരുന്നു താലിബാന് നേരിടേണ്ടി വന്നത്. അതേസമയം പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെയാണ് താലിബാൻ പഞ്ചശീർ പിടിച്ചടക്കിയത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ പ്രതിരോധ സേനയുടെ വക്താവ് ഫഹീം ദഷ്ടി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. ദഷ്ടി ഉൾപ്പെടെ പ്രതിരോധ സേനയുടെ നിരവധി നേതാക്കളെ താലിബാൻ കൊന്നൊടുക്കിയതായാണ് റിപ്പോർട്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാജ്യത്തെ വിവിധ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാർ കോടതി വിധിയെ ബഹുമാനിക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേന്ദ്രം കോടതിയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്ന വിമർശനവും ഉയർത്തി. അടുത്ത തിങ്കളാഴ്ചയ്ക്കകം ഒഴിവുകൾ നികത്താൻ കേന്ദ്രത്തിന് ഒരു അവസരം കൂടി നൽകി. രാജ്യത്തെ വിവിധ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താത്തതിലും കോടതി വിധി മറികടക്കാൻ പുതിയ ട്രൈബ്യൂണൽ റിഫോംസ് നിയമം കൊണ്ടുവന്നതിലും കടുത്ത അതൃപ്തിയും വിമർശനവുമാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താതെ കേന്ദ്ര സർക്കാർ ട്രൈബ്യൂണലുകളുടെ വരിയുടയ്ക്കുകയാണ്. പല ട്രൈബ്യൂണലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. 3 പോംവഴികളാണ് കോടതിക്ക് മുന്നിലുള്ളതെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമം സ്റ്റേ ചെയ്യുക, ട്രൈബ്യൂണലുകൾ അടച്ചുപൂട്ടി അതിന്റെ അധികാരം ഹൈക്കോടതിയെ ഏൽപ്പിക്കുക, മൂന്നാമതായി സുപ്രീം കോടതി നേരിട്ട് നിയമനങ്ങൾ നടത്തുക. ഇതോടെ സോളിസിറ്റർ ജനറൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം ഒഴിവുകൾ നികത്തുമെന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിട്ടുള്ളതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ആ സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ നിയമനങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. MP പ്രദീപ് കുമാർ, 24, ഡൽഹി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഡൽഹി പോലീസിനെതിരെ നടി ലീന മരിയ പോൾ. കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും അന്വേഷണ ഏജൻസികൾ കേസ് എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ലെന്നും ലീന മരിയ പോൾ ആരോപിച്ചു. പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കിയ ലീനയടക്കമുള്ള പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടു.
വായ്പാ തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കേസുകളിൽ ജയിലിൽ കഴിയുന്ന ഫോർട്ടീസ് ഹെൽത്ത് കെയറിന്റെ മുൻ പ്രൊമോട്ടർ ശിവേന്ദർ സിംഗിനെയും സഹോദരൻ മൽവീന്ദർ മോഹൻ സിംഗിനെയും പുറത്തിറക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ശിവേന്ദർ സിംഗിന്റെ ഭാര്യയിൽ നിന്ന് 200 കോടി രൂപ തട്ടിയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് നടി ലീന മരിയ പോളിനെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് പട്യാല ഹൌസ് കോടതിയിൽ ലീനയും കൂട്ടുപ്രതികളെയും ഹാജരാക്കി. കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഡൽഹി പോലീസിനെതിരെ ലീനയുടെ ആരോപണം. സുകേഷ് ചന്ദ്രശേഖരന്റെ ഭാര്യ എന്ന നിലയിൽ സുകേഷ് പ്രതിയായ കേസുകളിലെല്ലാം തന്നെയും പ്രതി ചേർക്കുകയാണ്. അന്വേഷണ സംഘവുമായി സഹകരിക്കുന്ന തന്നോട് കേസ് എന്താണെന്ന് പോലും അറിയിച്ചിട്ടില്ലെന്ന് ലീന പറഞ്ഞു. എല്ലാ മാറ്ററിലും എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് കറക്റ്റ് അല്ലല്ലോ. അത് സുഭാഷ് ഓൾറെഡി അറസ്റ്റ് ചെയ്ത് പൈസ എവിടെ പോയി സുഭാഷിനാണ് അറിയണം. എനിക്ക് എങ്ങനെ അറിയുന്നു? 3 ആഴ്ചയായിട്ട് ഞാൻ ഇവരുടെ കൂടെ ഉള്ളത്. 3 ആഴ്ചയായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല എന്താണ് കേസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ലീനയ്ക്കെതിരെ മക്കോക്ക ചുമത്തിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന ഡൽഹി പോലീസിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ലീന മരിയ പോളിനെയും കൂട്ടുപ്രതികളായ അരുൺ മുത്തു, മോഹൻരാജ് എന്നിവരെ 15 ദിവസത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. കമലേഷ് കോത്താരി, ജോയൽ ഡാനിയൽ എന്നിവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലും വിട്ടു. സുകേഷ് ചന്ദ്രശേഖരന്റെ സാമ്പത്തിക ഇടപാട് നടത്തിയതിന് ലീന മരിയ പോളിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുമ്പോൾ തന്നെ കുടുക്കിയതാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീന. കേസിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. പാട്യാല ഹൌസ് കോടതിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. നീറ്റ് UG പരീക്ഷ മാറ്റിവെക്കണമെന്ന CBSE വിദ്യാർത്ഥികളുടെ ആവശ്യം തള്ളി സുപ്രീം കോടതി. CBSE ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ നീറ്റ് UG പരീക്ഷ നടത്തരുതെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. MBBS, VDS തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള നീറ്റ് UG പരീക്ഷ ഈ മാസം 12-ന് നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കഠിന തയ്യാറെടുപ്പ് നടത്തുന്ന ഈ സമയത്ത് കുറച്ച് വിദ്യാർത്ഥികളുടെ സൗകര്യം നോക്കി പരീക്ഷ മാറ്റിവെക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിവേദനം നൽകാവുന്നതാണെന്നും കോടതി കൂട്ടിച്ചേർത്തു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനടുത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനത്തേക്കും. കേരള തീരത്ത് പരമാവധി 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള പോലീസിനെതിരായ ആനി രാജയുടെ വിമർശനത്തിന് പിന്തുണയുമായി CPI ജനറൽ സെക്രട്ടറി D രാജ. കേരളത്തിലായാലും UPയിലായാലും പോലീസിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ വിമർശിക്കപ്പെടണമെന്ന് D രാജ പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനങ്ങളെ ദേശീയ എക്സിക്യൂട്ടീവിൽ ആനി രാജ പ്രതിരോധിച്ചതിന് പിന്നാലെയാണ് D രാജയുടെ പിന്തുണ. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടെന്ന ആനി രാജയുടെ ആരോപണത്തെ തുടർന്നുണ്ടായ വിവാദം കെട്ടടങ്ങുന്നില്ല. സംസ്ഥാന നേതൃത്വം പരസ്യമായി തള്ളിയെങ്കിലും വിമർശനങ്ങൾക്ക് കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് D രാജയുടെ ഇന്നത്തെ പ്രതികരണം. കേരളത്തിലായാലും ഉത്തർപ്രദേശിലായാലും പോലീസിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ വിമർശിക്കപ്പെടണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ജനറൽ സെക്രട്ടറി D രാജ വ്യക്തമാക്കി. No affected person should feel his case has not been taken up, FIR has not been filed, and police is not helping the affected people. That should not be there. That is what our party thinks. വിമർശനം പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ D രാജയുടെ പ്രതികരണത്തിൽ CPIM എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ശ്രദ്ധേയമാകും. കഴിഞ്ഞ ദിവസം അവസാനിച്ച ദേശീയ എക്സിക്യൂട്ടീവിൽ ആനി രാജയുടെ ആരോപണം ചർച്ച ചെയ്തിരുന്നു. രാഷ്ട്രീയമല്ലാത്ത വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി തേടേണ്ടതില്ലെന്നാണ് ആനി രാജ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. 24 ഡൽഹി. ഇടുക്കി പണിക്കൻകുടിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തി അടുക്കളയിൽ കുഴിച്ചുമൂടിയ കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ബിനോയ് പിടിയിൽ. 20 ദിവസമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പെരിഞ്ചാംകുട്ടിയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബിനോയുടെ വീടിന്റെ അടുക്കളയിൽ നിന്നാണ് സിന്ധുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. 3 ആഴ്ചത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി മാണിക്കൽ ബിനോയ് പോലീസ് വലയിലായത്. കൊലപാതകം നടന്ന പണിക്കൻകുടിയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പെരിഞ്ചാംകുട്ടി തേക്ക് പ്ലാന്റേഷനിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. സാഹസികമായി ചിന്നാർ നീന്തിക്കടന്ന് മറുകരയിലെത്തിയ ബിനോയിയെ ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. ബിനോയുടെ 2ാമത്തെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് പോലീസ് പെരിഞ്ചാക്കുട്ടിയിലെത്തിയത്. പ്രതി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ അനുസരിച്ചായിരുന്നു നേരത്തെ അന്വേഷണം. അതുപ്രകാരം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ബിനോയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആഗസ്റ്റ് 12-ന് കാണാതായ സിന്ധു ബാബുവിന്റെ മൃതദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിനോയുടെ വീടിന്റെ അടുക്കളയിൽ വെച്ച് മൂടിയ നിലയിൽ കണ്ടെത്തിയത്. 24 ഇടുക്കി.
കർഷകർ നാളെ മിനി സെക്രട്ടേറിയറ്റ് വളയൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർണാലിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി ഹരിയാന സർക്കാർ. മേഖലയിൽ നാളെ രാത്രി 12 മണിവരെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. ക്രമസമാധാനം മുൻനിർത്തിയാണ് നടപടികളെന്ന് ഹരിയാന സർക്കാർ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 28-ന് കർഷകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കാനാണ് സംയുക്ത കിസാൻ മോർച്ച മിനി സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് ആഹ്വാനം ചെയ്തത്. കർഷകരുടെ തല തകർക്കണമെന്ന് നിർദ്ദേശം നൽകിയ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയുഷ് സിൻഹയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. പോലീസ് നടപടിയിൽ ഗുരുതര പരിക്കേറ്റ് മരിച്ച സുശീൽ കാജൽ എന്ന കർഷകന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം. പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ കർഷകരും സമരത്തിനെത്തും. കർഷക സമരത്തെ പിന്തുണച്ച രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി. രാഷ്ട്രീയത്തിലെ കുയിലാണ് രാഹുൽ ഗാന്ധിയെന്ന് ബി.ജെ.പി. വക്താവ് സാംബിത് പാത്ര വിമർശിച്ചു. അവകാശ പോരാട്ടം നടത്തുന്ന കർഷകർക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അവകാശത്തിനു വേണ്ടി പോരാടുന്ന കർഷകർക്കൊപ്പം ശക്തമായി നിർഭയം തങ്ങളുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് പിന്തുണ കോൺഗ്രസ് നൽകുന്നുണ്ടെന്ന് ഇതിലൂടെ കോൺഗ്രസ് അവകാശപ്പെട്ടു. കർഷക സമരത്തോടുള്ള രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ബി.ജെ.പി. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. കർഷക സമരത്തിന്റെ പഴയ ചിത്രമാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തതെന്ന് സാംബിത് പത്ര. एक पुराने फोटो को आज का फोटो दिखाने का कोशिश किया है. किसान आंदोलन के एक पुराने तस्वीर को रख करके उन्होंने उसे वर्तमान के तस्वीर के रूप में दिखाया है और ये मेरे लिए कहना अनुचित नहीं होगा, अतिशयोक्ति नहीं होगी. കർഷക സമരം ഉത്തർപ്രദേശിൽ ശക്തമായി വ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മഹാപഞ്ചായത്തിന് തുടർച്ചയായി വിവിധ പരിപാടികൾ വരും ദിവസങ്ങളിൽ നടക്കും. ഈ സാഹചര്യത്തിൽ പ്രതിഷേധിക്കുന്ന കർഷകരുടെ വികാരം അനുകൂലമാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അതേസമയം കർഷക സമരം മണ്ഡി സംവിധാനം അത്ര വ്യാപകമല്ലാത്ത ഉത്തർപ്രദേശിൽ രാഷ്ട്രീയമായി തിരിച്ചടി ആകില്ലെന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ലെൻസി ജോസഫ്, 24, ഡൽഹി. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ പീഡനക്കുറ്റം ചുമത്തി. പീഡനത്തിന് ഒത്താശ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ മാതാവും പിതാവും നിലവിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് മാതാവിനെയും പിതാവിനെയും കാസർഗോഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിന് ഒത്താശ ചെയ്തതിനും പീഡന വിവരം മറച്ചുവെച്ചതിനുമായിരുന്നു അറസ്റ്റ്. അന്വേഷണത്തിന്റെ ഭാഗമായി പെൺകുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയപ്പോഴാണ് പിതാവും ലൈംഗികമായി പീഡിപ്പിച്ചതായി പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. മാതാവും പിതാവുമടക്കം 11 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ജൂൺ 26-ന് കാസർഗോഡ് റഹ്മത്ത് നഗറിലെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ജൂലൈ 5-ന് പെൺകുട്ടിയുടെ അയൽവാസികളായ 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കഴിയുകയാണ് കുട്ടി ഇപ്പോൾ. കേസിൽ ഇനിയും കൂടുതൽ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കാസർഗോഡ് വനിതാ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് 10 കേസുകൾ രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24, കാസർഗോഡ്. ആലുവ മാഞ്ഞാലിയിൽ 1 മാസം പ്രായമായ 7 നായക്കുട്ടികളെ തീയിട്ട് കൊന്നു. സ്ത്രീകളാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. നായ്ക്കളെ തീയിടുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. വീട്ടുമുറ്റത്ത് പ്രസവിച്ചു എന്ന കാരണത്തെ തുടർന്നാണ് 1 മാസം മാത്രം പ്രായമുള്ള നായ്ക്കളെ തീയിട്ടത്. ഇതിൽ 6 കുഞ്ഞുങ്ങൾ പൊള്ളലേറ്റ് ചത്തു. ഒരു പട്ടിക്കും കുഞ്ഞിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. 2 സ്ത്രീകൾ ചേർന്നാണ് ഈ കുറ്റകൃത്യം നടത്തിയതെന്നാണ് ആരോപണം. പൊള്ളലേറ്റ ഒരു കുഞ്ഞിനെ സ്ത്രീകളിൽ ഒരാൾ എടുത്തുകൊണ്ടുപോയതായും ആക്ഷേപമുണ്ട്. 2 സ്ത്രീകൾ, അതൊരു തെരുവുനായ പ്രസവിച്ചൊരു വീടിൻ്റെ പരിസരത്ത് പ്രസവിച്ചു എന്നൊരു കാരണം പറഞ്ഞ് തെരുവുനായ്ക്കളെ എൻ്റെ കുഞ്ഞിനെ തീയിട്ട്, ഏതാ ഒരു വിഷ്വൽ കാണുന്നുണ്ട്, തീയിട്ട് കൊല്ലാൻ ശ്രമിക്കുമായിരുന്നു. അതിൽ കുഞ്ഞുങ്ങൾ അവർ കത്തിപ്പോയി എന്നാണ്, അല്ലെങ്കിൽ ഒരു മരിച്ചു എന്നാണ് നമ്മൾ പ്രാഥമികയിൽ അറിയാൻ സാധിച്ചത്. കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. തള്ളനായ്ക്ക് വളരെ നല്ല രീതിയിൽ ചെവിയൊക്കെ പൊള്ളിയിരിക്കുന്നു, ചെവി ശരീരഭാഗങ്ങൾ പൊള്ളിയിരിക്കുന്നു. ലാക്ടിങ് മദർ 1 മാസത്തിൽ താഴെയായിട്ടുള്ള പ്രസവിച്ചിട്ട്. ഈ സ്ത്രീകളുടെ ഇത്തരം പ്രവർത്തികൾ ആദ്യമായല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൊള്ളലേറ്റ പട്ടി നിലവിൽ മൃഗസംരക്ഷണ സംഘടനയായ ദയയുടെ കീഴിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ കുറ്റക്കാരായ സ്ത്രീകൾക്കെതിരെ ദയ പരാതി നൽകിയിട്ടുണ്ട്. 24, കൊച്ചി. ആലുവ പ്രസന്നപുരം പള്ളിയിൽ ഇടയലേഖനം വലിച്ചുകീറിയ സംഭവത്തിൽ 10 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടവക വികാരി ഫാദർ സെലസ്റ്റിൻ നൽകിയ പരാതിയിലാണ് കേസ്. പള്ളിയിൽ അതിക്രമിച്ചു കടന്നതിനും അന്യായമായി കൂട്ടം കൂടിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. നെടുമ്പാശ്ശേരി പോലീസിൽ ഇന്നലെ രാത്രി ഇടവക വികാരി ഫാദർ സെലസ്റ്റിൻ പരാതി നൽകുകയായിരുന്നു. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പാപ്പച്ചനടക്കമുള്ള 10 പേർക്കെതിരെയാണ് കേസ്. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ പലയിടങ്ങളിലും ഇടയലേഖനം കത്തിച്ചിരുന്നു.
പ്രതിഷേധക്കാർക്കെതിരെ പരാതി നൽകില്ലെന്നായിരുന്നു ഇടവക വികാരിമാർ ഇന്നലെ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പരാതി നൽകുകയായിരുന്നു. സഹിൻ ആന്റണി, 24 കൊച്ചി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ അന്തേവാസികളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ചോർന്നൊലിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ആംബുലൻസിൽ. രോഗികളെ മഴ നനച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് ജയിൽ സൂപ്രണ്ട് പറയുന്നത്. കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും വിയ്യൂർ സെൻട്രൽ ജയിലിലെ അന്തേവാസികളായ രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത് ദൃശ്യങ്ങളിൽ കണ്ട ചോർന്നൊലിക്കുന്ന ആംബുലൻസിലാണ്. ഏതാണ്ട് 13 വർഷം പഴക്കമുള്ള ആംബുലൻസ് അറ്റകുറ്റപ്പണികൾ ഒന്നും ചെയ്യാതെയാണ് ഈ മഴക്കാലത്ത് പോലും ഉപയോഗിക്കുന്നത്. 450ഓളം അന്തേവാസികളുണ്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൽ. 5 കിടപ്പ് രോഗികളടക്കം നിരവധി പേരെ ദിവസേന ജില്ലാ ആശുപത്രിയിലേക്കും 8 കിലോമീറ്ററിലധികം ദൂരമുള്ള മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോകുന്നത് ഈ തുരുമ്പ് പിടിച്ച വാഹനത്തിലാണ്. പുതിയ ആംബുലൻസ് വാങ്ങാനുള്ള ശുപാർശ ജയിൽ വകുപ്പിന് നൽകിയിട്ടുണ്ടെന്നാണ് ജയിൽ സൂപ്രണ്ടിന്റെ പ്രതികരണം. അത്യാവശ്യ ഘട്ടത്തിൽ ജില്ലാ ജയിലിലെയും വനിതാ ജയിലിലെയും അതിസുരക്ഷാ ജയിലിലെയും ഒക്കെ ആംബുലൻസുകളുടെ സഹായത്തോടെയാണ് രോഗികളെ ആശുപത്രിയിലെത്തിക്കുക. മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണിത്. ജയിൽ പുള്ളികൾക്കൊപ്പം ജയിൽ ജീവനക്കാരും ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ഉദ്യോഗസ്ഥർക്കിടയിലും ഉയരുന്നുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജനും ദിലീപിനുമൊപ്പം സുധിഷ ധർമ്മൻ, 24 തൃശൂർ. കോതമംഗലം വീപ്പനാട് വീട്ടുവളപ്പിൽ കാട്ടാനയുടെ പരാക്രമം. വീടിന്റെ കാർപോർച്ചിൽ കിടന്ന കാർ കാട്ടാന കുത്തിമറിച്ചു. കോട്ടപ്പാറ വനത്തിൽ നിന്നെത്തിയ കൊമ്പനാന വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ വീട്ടുവളപ്പിൽ കയറിയാണ് നാശനഷ്ടങ്ങൾ വരുത്തിയത്. പുലർച്ചെ 4:30യോടെയാണ് കാട്ടുകൊമ്പൻ വീട്ടുപരിസരത്തെത്തി ആക്രമണം നടത്തിയത്. വന്നയുടൻ പോർച്ചിൽ കിടന്ന കാർ കൊമ്പുകൊണ്ട് കുത്തിനീക്കുകയും മറിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു. ശബ്ദം കേട്ട വീട്ടിലുള്ളവർ ഉണർന്നപ്പോൾ ആന മുറ്റത്ത് നിൽക്കുന്നതാണ് കണ്ടത്. വീട്ടുകാർ ശബ്ദമുണ്ടാക്കിയതോടെ ആന പിൻവാങ്ങി. എന്നാൽ വീട്ടുപരിസരത്തെ വാഴ, കപ്പ തുടങ്ങിയ കൃഷികൾ ആന നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ മേഖലയിൽ ഏറെക്കാലമായി കാട്ടാനയുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിരവധി തവണ കാട്ടാനയുടെ ആക്രമണമുണ്ടാവുകയും നാട്ടുകാർ പരാതി നൽകുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ വനം വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. വാരാന്ത്യ ലോക്ഡൌൺ ലംഘിച്ച് CPIM നേതാക്കൾ. തിരുവല്ല കുറ്റൂരിൽ മറ്റു പാർട്ടികൾ വിട്ടുവന്ന 100ഓളം പേരെ സ്വീകരിക്കുന്ന ചടങ്ങിലാണ് സംസ്ഥാന നേതാക്കൾ അടക്കം പങ്കെടുത്തത്. അർദ്ധരാത്രിയിൽ ഗൃഹനാഥനെ ആക്രമിച്ച് വഴിവെട്ടിയ കേസിൽ പ്രതിയായ പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ. വാരാന്ത്യ ലോക്ഡൌണായ ഞായറാഴ്ചയാണ് തിരുവല്ല കുറ്റൂരിൽ CPIM പൊതുയോഗം നടത്തിയത്. വിവിധ പാർട്ടികൾ വിട്ടുവന്ന 49 കുടുംബങ്ങൾക്ക് സ്വീകരണം നൽകിയ ചടങ്ങിൽ 100-ലേറെ പേരുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം K അനന്തഗോപൻ, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തുടങ്ങി മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. തെങ്ങേലിയിൽ കഴിഞ്ഞ മാസം ഗൃഹനാഥനെ ആക്രമിച്ച് മതിൽ പൊളിക്കാൻ നേതൃത്വം നൽകിയ കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KG സഞ്ജീവും പരിപാടിയിലുണ്ടായിരുന്നു. മതിൽപ്പൊളി വിവാദത്തിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുക കൂടിയായിരുന്നു സ്വീകരണത്തിന്റെ ലക്ഷ്യം. എന്നാൽ 5 മിനിറ്റിൽ താഴെ മാത്രമാണ് പരിപാടി നടന്നതെന്നും ഹാരമണിയിച്ച് പിരിഞ്ഞെന്നുമാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് ചുമതലയേറ്റ ചടങ്ങിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ 100-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. 24 പത്തനംതിട്ട. തിരുവനന്തപുരം നഗരൂരിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടി മരിച്ചു. പന്തുവിള സ്വദേശി ബിന്ദു, 6 വയസ്സുകാരൻ മകൻ രജിൻ എന്നിവരാണ് മരിച്ചത്. ഭർത്താവ് രജിലാലിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച ശേഷം ബിന്ദു കുട്ടിയുമായി കിണറ്റിൽ ചാടുകയായിരുന്നു. പന്തുവിളയിലെ ബിന്ദുവിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ 7 വർഷമായി ബിന്ദുവും രണ്ടാം ഭർത്താവ് രജിലാലും ഈ വീട്ടിലായിരുന്നു താമസം. ഇവർ തമ്മിൽ വഴക്ക് പതിവാണെന്ന് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു. ഇന്നലെയും ഇരുവരും വഴക്കുണ്ടായി. വഴക്കിനൊടുവിൽ രജിലാലിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച ശേഷം ബിന്ദു കുട്ടിയുമായി കിണറ്റിൽ ചാടുകയായിരുന്നു. ബിന്ദുവിന്റെ 14 വയസ്സുകാരൻ മകനാണ് വിവരം അയൽക്കാരെ അറിയിച്ചത്. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് കിണറ്റിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. 7 അടിയോളം താഴ്ച മാത്രമേ കിണറിനുള്ളൂ. അപ്പോൾ കമന്ന് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് വന്ന് ബോഡി എടുത്തു കൊണ്ടുപോവുകയാണ്.
രജിലാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ബിന്ദുവിന്റെയും മകൻ രജിന്റെയും മൃതദേഹങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. 24 വാർത്ത തുടരുന്നു. ഇടുക്കി പണിക്കൻകുടി സിന്ധു കൊലപാതകത്തിൽ അറസ്റ്റിലായ ബിനോയ് കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. സിന്ധുവിനോട് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന് കാരണം. സംഭവ ദിവസം വഴക്കുണ്ടായി, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും ബിനോയ് മൊഴി നൽകി. ബിനോയെ നാളെ കൊല നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യലിന് പ്രതിയാണെന്നുള്ളത് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. വിശദമായിട്ട് ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഇയാളുടെ ബാക്കി തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ? അത് നമ്മൾ വിശദമായി പ്രതിയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് തുടർന്ന് പ്ലാൻ ചെയ്യുന്നു. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പ്രതിയെ. അതും ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് രീതിയിലുള്ള അന്വേഷണവും ഇതിനകത്ത് പ്രതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം എത്തുന്നു. വിഷ്ണു സുരേഷ്, 20 ദിവസത്തിന് ശേഷമാണ് ബിനോയ് പിടിയിലാകുന്നത്. അധിക ദൂരം ഇയാൾ പോയിരുന്നില്ല എന്നല്ലേ പെരിഞ്ചാംകുട്ടിയിൽ നിന്നും ഇയാളെ പിടികൂടുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കൊലപാതകത്തിലും ഒപ്പം ഈ മൃതദേഹം കുഴിച്ചിട്ടപ്പോഴും ഒക്കെ ബിനോയ് ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണോ പോലീസ് ആദ്യഘട്ടത്തിൽ? സുജിയ, ഈ കൊലപാതകം നടത്തിയത് ബിനോയ് ഒറ്റയ്ക്ക് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. മറ്റാരുടെയും സഹായം ഉണ്ടായില്ല. സംശയത്തെ തുടർന്നാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത്തരത്തിലുള്ളൊരു മൊഴിയാണ് ബിനോയ് പോലീസിന് നൽകിയിരിക്കുന്നത്. സംഭവ ദിവസം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ഈ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അന്നേ ദിവസം ബിനോയ് കാര്യമായി തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് വഴക്കുണ്ടാകുകയും സിന്ധുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ബിനോയ് ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ ഈ അടുക്കളയിൽ സിന്ധുവിനെ കുഴിച്ചിട്ടത്. അത് അഞ്ച് ദിവസത്തിന് ശേഷം ബിനോയ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ഇയാൾ പെരിഞ്ചാംകുട്ടിയിൽ നിന്ന് ഇയാളെ പിടികൂടിയെങ്കിലും തമിഴ്നാട്, അതോടൊപ്പം തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇയാൾ പോയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഫോൺ രേഖകളെല്ലാം ഇത് തന്നെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് ഇയാൾ പെരിഞ്ചാംകുട്ടിയിൽ എത്തുകയും ഉൾവനത്തിൽ ഒളിവിൽ കഴിയുകയുമായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ടൗണിലേക്ക് എത്തിയപ്പോഴാണ് ബിനോയിയെ പോലീസ് പിടികൂടിയത്. എന്തായാലും നാടിനെ എമ്പാടും നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു പണിക്കൻകുടിയിലേത്. നാളെ വിശദമായ തെളിവെടുപ്പിനായി ബിനോയിയെ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ പോലീസ് അനുമാനിക്കുന്നത് ഇത്തരത്തിൽ മറ്റാരുടെയും സഹായം ബിനോയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇയാൾക്ക് ഇതിനു മുമ്പും ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ഏകദേശം 4ഓളം കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഇയാളെന്ന് തന്നെയാണ് പോലീസ് അടിവരയിട്ട് പറയുന്നത്. ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. 20 ദിവസം സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിന്ധുവിനെ കാണാതായി കഴിഞ്ഞ് 20 ദിവസം പിന്നിട്ട ശേഷമാണ് ബിനോയിയെ പിടികൂടാൻ പോലീസിന് ആയത്. ഇതിൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇതിൽ ഏറ്റവും നിർണായകമായതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇയാൾക്ക് 2 മൊബൈൽ ഫോണുകളുണ്ട്, 2 സിം കാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യ സിം കാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷിച്ചിരുന്നത്. പക്ഷേ പിന്നീട് രണ്ടാമത്തെ സിം കാർഡ് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ബിനോയ് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം നെടുങ്കണ്ടത്ത് വെച്ച് പുതിയ ഫോണും സിമ്മും വാങ്ങുകയായിരുന്നു. ഇതിനുശേഷം ഈ ഫോണിൽ നിന്ന് ഒരു സുഹൃത്തിനെ വിളിച്ചതാണ് ബിനോയ്ക്ക് വിനയായത്, അല്ലെങ്കിൽ ബിനോയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ തരത്തിലുള്ള ബിനോയുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടലും ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് വിച്ഛേദിച്ചിരുന്നു. ഒടുവിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതായത് തനിക്ക് എല്ലാ പിടിവള്ളിയും നഷ്ടമായി എന്നൊരു ഘട്ടത്തിലാണ് ബിനോയ് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. തുടർന്നാണ് പോലീസ് നിലവിൽ പിടികൂടിയത് ബിനോയെ. എന്തായാലും നാളെ ബിനോയെ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുമെന്ന് ഇടുക്കി ഡിവൈഎസ്പി അറിയിച്ചിട്ടുണ്ട്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നാടിനെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. അടുക്കളയിൽ സിന്ധുവിനെ കുഴിച്ചിട്ടതും താൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ബിനോയ് പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നാളെ നടക്കും. വെറും 1000 രൂപ ചെലവിൽ കുഞ്ഞൻ റോബോട്ടിനെ നിർമ്മിച്ച് വിസ്മയിപ്പിക്കുകയാണ് ഒരു 8ാം ക്ലാസ്സുകാരൻ. മലപ്പുറം വെളിയങ്കോട് സ്വദേശി മുഹമ്മദ് ഫാളിൽ വീട്ടിലെ തീൻമേശയിലേക്ക് ആവശ്യമായ ഭക്ഷണം എത്തിക്കുന്നത് പോലും ഫാളിൽ ഉണ്ടാക്കിയ ഈ കുഞ്ഞൻ റോബോട്ടാണ്.
മോഡേൺ ആയിട്ട് ഇപ്പോൾ ട്രാക്കൊന്നും ഇല്ലാണ്ട് ഈ റോബോട്ട് തന്നെ കുറച്ചും കൂടിയും ലെവല് കുറച്ചും കൂടി മേലേക്ക് പോയിട്ട് ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ ഫിക്സ് ചെയ്തിട്ട് ആ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് ആരാണെന്നും ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ട് ആർക്കാ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആൾക്ക് കൊടുക്കുന്ന ഒരു റോബോട്ട് ഉണ്ടാക്കണം. വെളിയങ്കോട് മുളമുക്ക് സ്വദേശി വട്ടപ്പറമ്പിൽ ബഷീറിന്റെ മകനാണ് 8ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഫാദിൽ. 13 വയസ്സ് മാത്രമാണ് മുഹമ്മദ് ഫാദിലിൻ്റെ പ്രായം. പക്ഷേ ആ പ്രായത്തെ മറികടക്കുന്ന സാങ്കേതിക വൈദഗ്ധ്യമാണ് ഫാദിലിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും. അതിൽ ഒന്ന് മാത്രമാണ് ഈ ഫുഡ് സെർവിംഗ് റോബോട്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം അഷ്കർ അലി, 24, തിരൂർ. മലബാറിലെ കർഷകരുടെ കായിക വിനോദമായ കാളപ്പൂട്ടിന് പൂട്ടുവീണിട്ട് കാലം കുറയായി. എന്നാൽ പഴയ കാർഷിക രീതികൾ പിന്തുടരുന്ന കോഴിക്കോട് മണാശ്ശേരിയിലെ വിനോദ് എന്ന കർഷകൻ പാടത്ത് കാളകളെ ഇറക്കി. കാളപ്പൂട്ട് നടത്താനല്ല, നെൽകൃഷിക്ക് നിലമൊരുക്കാനാണ് വിനോദ് കാളകളെ ഇറക്കിയത്. മുക്കം എടോളിപ്പാടത്തെ നിലമൊരുക്കുന്നത് ഇങ്ങനെയാണ്. യന്ത്രമില്ല. കാളകളെയും മൂരികളെയും ഓടിച്ച് പാടം ഉഴുതുമറിക്കുന്നു. കാളപ്പൂട്ടിന് മാത്രമായി വളർത്തുന്ന കാളകൾ ഓട്ടം മറന്നു തുടങ്ങി. കാളപ്പൂട്ട് ആസ്വദിച്ചിരുന്ന കാലം നാട്ടുകാരും മറന്നു. അതിന്റെ ആലസ്യം കാളകളുടെ ഓട്ടത്തിലും ആവേശം കാണികളിലുമുണ്ട്. കാളപ്പൂട്ട് ഉത്സവ ഓർമ്മയിലാണ് പ്രദേശത്തെ മുതിർന്ന കർഷകർ. മുമ്പ് ബമ്പം പരിപാടി കൊറ്റങ്ങളൊക്കെ അല്ലേ അവർക്ക് 4 ചാക്ക് അന്ന് പൂളയാ, ചോറൊന്നുമില്ല, 4 കിൻഡലൊക്കെ വെച്ചിട്ട് കഴിഞ്ഞില്ല. ഇതൊന്നും കാളയല്ല, ഇതൊക്കെ കൂലി വലിയ കാളകളായിട്ടല്ല. ഞാൻ തന്നെ ഇപ്പം 2 പ്രാവശ്യമൊക്കെ വിറ്റിട്ട് തിരിച്ചെടുത്തിന്. 10 കാളകൾ ഉപയോഗിച്ചാണ് നിലമൊരുക്കിയത്. പാടത്തെ ജോലിക്ക് ശേഷം സമീപത്തെ തോട്ടിൽ നിന്ന് കുളിപ്പിച്ച് ആലയിൽ കയറ്റി. യന്ത്രങ്ങളെ താല്പര്യമില്ലാത്ത മണ്ണിനെ അറിയുന്ന ഏതെങ്കിലും കർഷകൻ വിളിച്ചാൽ ഈ കാളകൾ വീണ്ടും മുഖം വച്ചുകെട്ടി പാടത്തിറങ്ങും.